സാറേ സംഭവങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തനിക്കൊന്നും നാണമില്ലടോ. ഇല്ല സാർ, ഈ പാലത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കും എൻ്റെ പാർട്ടിക്കും വേണം. എന്നാലേ അടുത്ത ഇലക്ഷൻ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അല്ല സാറിന് എഞ്ചിനീയർ സാറിനെ പരിചയമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല ടോട്ടൽ ആളെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അതെനിക്ക് വഴിയാ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങോട്ടുള്ള വഴിയാ. കഷ്ടം. വരുന്നു എൻ്റെ രാശി. വന്നപ്പോ തന്നെ ഇവിടുത്തെ ആളുകളെയൊക്കെ മനസ്സിലായല്ലോ. ഈ താണ് ഐറ്റങ്ങൾ കഴിഞ്ഞ ദിവസം സാറിന് തരാൻ വേണ്ടി ഇവിടെ ഗംഭീര സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണല്ലോ ഞാൻ വരാതിരുന്നത്. അതെങ്ങനെ? കൃഷ്ണൻ ലാലിച്ചിന്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നില്ലേ? ആ അത് ശരി. പിന്നെ ഗസ്റ്റ് ഹൗസിലെ താമസമൊക്കെ എങ്ങനെ? ഓക്കെ ആണോ? ഒരു ടെന്റ് മതിയായിരുന്നു. പല പ്രാവശ്യം ഞാൻ സാറിനെ അന്വേഷിച്ചാണ്, പക്ഷെ കുറച്ചാളായിട്ട് വർക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നല്ലോ. ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയ്ക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നി. ഇത് കഴിഞ്ഞാലും പോവാലോ. കറങ്ങി നടന്നു. ഭാഗ്യവാൻ. ഭാഗ്യവാൻ ഞാൻ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇതൊരു നാട്ടുമ്പുറമായതുകൊണ്ട് ഇവിടെ കൈയിട്ട് വാരലുണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വർക്ക് ഏറ്റെടുത്ത്. അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓനച്ചനെ പോലുള്ള ചിലരൊക്കെ ഉണ്ട്. അങ്ങനൊരു വേണം, നല്ലൊരു രസമുള്ളൂ. അപ്പം എപ്പം നമ്മൾ തുടങ്ങുന്നു? തുടങ്ങിയേക്കാം. പിന്നെ പറ്റുവാണെങ്കിൽ നമുക്ക് ആ അപ്രോച്ച് റോഡിൻ്റെ പണി കൂടി ഇതിനകത്തൊന്ന് ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു കേസുണ്ട്, അത് ഞാൻ വഴിയെ പറഞ്ഞോളാം. നോക്കട്ടോ, നമുക്ക് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം അങ്ങനെ നമുക്കൊന്ന് കൂടട്ടെ. പിന്നെ കൂടണ്ടേ? ആ ലാലിച്ചെന്ന് പറഞ്ഞ കക്ഷി ഇവിടെ ഉണ്ടോ? എനിക്കൊരു സാധനം വേണ്ടായിരുന്നു. സാധാരണ ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചെന്ന് കേൾക്കലാണ് പതിവ്. ആഹാ, ലാലിച്ചോ, ലാലിച്ച. ചിന്നപ്പോ ഒരു ചായ തരോ? ഞാനിപ്പോ ആർഡർ സാറേ. സാർ എന്നിട്ട് കഴിച്ചു. കലക്കൻ ടീഷർട്ടാണല്ലോ സാറേ. താടിയുള്ള ടീഷർട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സാറേ. വേണോ? വേണമെന്ന് പറഞ്ഞാൽ സാർ തരുമോ? ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് നാളെ തരാം. ഞാൻ തന്നെ വാഷ് ചെയ്തോളാം. ഈ വാഷ് ചെയ്ത സമയം കൊണ്ട് സാറിന്റെ മനസ്സ് മാറിയാലോ. സാറേ ചായ എടുത്ത് യൂറിയുള്ള ഗ്ലാസ് എടുത്തോ. നാറ്റം നാറ്റം. ആ നനച്ചെടുക്കാം. നമുക്ക് ജീപ്പ് എടുക്കാറുണ്ടല്ലോ സാറേ. എന്തിന്? ഇതല്ലേ നല്ലത്. കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ലാലിച്ചിന് ബുദ്ധിമുട്ട്. എനിക്കാ സാറിന് ഒരു കുറവും പറ്റുമെന്ന് കൃഷ്ണ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു വാക്കിന്റെ നിഘണ്ടുവില്ല സാർ. സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചിന്നപ്പനോട് ചോദിച്ചാൽ പോരെ. അയാളെ മോളിലെ ടാങ്കിലാരെ നോക്കുന്നുണ്ട്. ഞാൻ അയാളുടെ അടുത്ത് എന്ത് ചോദിച്ചാലും അവള് ചിരിച്ചു കാണിക്കും. എന്നിട്ട് തമിഴ് പാട്ടും കേട്ടുകൊണ്ട് വല്ല കരകൗശലപ്പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം. പാവമാ സാറേ, ഒന്നും പറയണ്ട. എന്റെ സുഹൃത്താ. അയാൾക്ക് ശമ്പളം വല്ലതും കൊടുക്കുന്നു? പിന്നെ 10,000 രൂപ കൊടുക്കും. 10,000 രൂപയോ? 5,000 രൂപ ഞാനെടുക്കും സാർ. അയാൾക്ക് 2,000 രൂപയുടെ ആവശ്യവും അത് കൊടുക്കും. പാവല്ലേ. എന്താ സാറേ ചിരിക്കുന്നത്? ഒന്നുമില്ല. എന്റെ ദൈവമേ, 4 പിള്ളേരാ സാറേ. ഈ ശമ്പളം തികയോടോ? എവിടുന്ന് കിമ്പളം മേടിക്കും. എന്നാ ഞാനും എന്തെങ്കിലുമൊക്കെ തരാം. ഓ സ്നേഹം മതി. അയ്യോ, അത് മാത്രം ചോദിക്കരുത് പ്ലീസ്. എന്തെങ്കിലും പറ്റിയോ സാറേ? ഇല്ല. കഷ്ടയാ. ഇതെന്താ സാറേ? അത് ഞാൻ വാങ്ങിയതാ. മാളൂന്. അതാരാ? മോളാണ്.
കള്ളനായിട്ടുണ്ടല്ലോ. എടാ ഇൻഡിക്കേറ്റർ വിട്ടിട്ടുണ്ട്, കാശ് വേണ്ടേ? പിന്നെ അയാളെ നമുക്ക് എന്ത് പ്രയോജനം? അത് വേണോ? നീ വേണോ? ഇപ്പൊ കിട്ടി. ഐം സോറി, ഞാൻ സോറി കോപ്പ് എന്റെ കയ്യാ പോയി. സാറിന്റെ കണ്ണിലെന്താ കുരുവാ? എങ്ങോട്ടാ? ഇൻഡിക്കേറ്റർ പൊട്ടി. താൻ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? കാശ് എടുക്ക് സാറേ. അതിന് നിങ്ങൾക്ക് കാശ് പറ്റില്ലല്ലോ. എടുക്ക്. 1000 രൂപ 2000 രൂപ സിഗരറ്റ് ഓടിക്കുന്ന ആളല്ലേ? കാശാ സാറേ. ഇപ്പൊ എന്താ കാശില്ലേ? സാർ ആൾക്കാരൊക്കെ വരുന്നുണ്ടേ, നാണക്കേടാണേ. സാർ കാശ് എടുക്ക്. സാറേ എടുക്ക് സാറേ. കൊടുക്ക് സാറേ. ആ, 500 കൂടി. പണിയൊക്കെ തീർത്തോക്കണ്ടേ? വെച്ച് ഞാൻ എവിടെക്കൊണ്ടിരിക്കാണ്ട് കൊടുക്ക് സാറേ. 500 ഇട്ടടാ. അപ്പൊ ശരി. കീ സാറോട്ടെ പൈസ ഇട്ടേ, ബാ. ഇൻഡിക്കേറ്റർ മാറ്റണ്ടേ? ആദ്യം വണ്ടിയോട് നോക്ക്, എന്നിട്ടല്ലേ ഇൻഡിക്കേറ്റർ. ഹെഡ്ലൈറ്റ് ഇല്ലാത്ത വണ്ടിക്ക് എന്തിനാടാ ഇൻഡിക്കേറ്റർ? നമ്മൾ 5 പേരല്ലേ, വീതം വെക്കുമ്പോ എങ്ങനെയാ? ആൾക്കൊന്ന് 500 വീതം. പോവാ സാറേ. സാറേ എന്ത് മോഹം മാടിയിരിക്കുന്നേ? ഒന്നുമില്ലടോ, നമുക്ക് ആ പാലം പണിയുന്ന സ്ഥലം വരെ ഒന്ന് പോയാലോ? അതിനെന്താ സാറേ, ദാണ്ടെ ആ. നേരെ പോയാൽ മതി, ഇവിടെ അടുത്ത് തന്നെ. എന്നാ പോവാം. സാറേ ആ, അതാണ് ആമിനാന്റെ ഉപ്പൂപ്പ. ആമിനാന്റെ ഉപ്പൂപ്പ. ആ, ഈ ഗേറ്റ് തുടങ്ങിയ കാലം മുതൽ ഇയാളാണ് ഇവിടുത്തെ ഗേറ്റ് കീപ്പർ. ദാണ്ടെ ഈ ഗേറ്റിന്റെ ഉടമസ്ഥനെന്നാ വിചാരം. ഇക്കാ എന്തുണ്ട്? നമ്മളെ പുതിയ പാലം പണി വന്ന എഞ്ചിനീയറാ. ഇങ്ങോട്ടിരിക്കാം സർ. ഈ ട്രാക്കിൽ ബെഞ്ചിട്ടിരിക്കാൻ. ഈ സമയത്ത് വണ്ടിയൊന്നുമില്ല. അല്ലെങ്കിൽ വേണ്ട, അകത്തോട്ടിരിക്കാം. അതെ, ഞാൻ ഇവിടെ ഇരിക്കാമെന്നല്ല. ഇയാളിത് എന്താണ്? അതവിടെ അങ്ങനെ വെച്ചിട്ട് പോയി ഇരിക്കാൻ പറ. വെറുതെ മനുഷ്യനെ വേണ്ട വേണ്ട, ബെഞ്ച് വേണ്ട. മര്യാദയില്ലാതെ ജീപ്പ് ട്രാക്കിലിട്ടിട്ട് ന്യായം പറയാം. ഒരു കട്ടൻ എടുക്കട്ടെ? വേണ്ട സാറേ, ഇതൊരു വോട്ട് ബാങ്കാണ്. ഒരു 10,000-15,000 വോട്ടർമാരുണ്ടാവും. കണക്കെടുക്കുമ്പോൾ ആക്കൊന്ന് 10,000 കൊടുത്താൽ 10 കോടി. കപ്പലോട്ടിക്കാം, തുറമുഖമുണ്ടാക്കാം, അവരെ ബഡ്ജറ്റ് കാര്യം നടക്കുകയും ചെയ്യും, പേരും കിട്ടും. ഓനച്ചം വെറും ഡമ്മിയ. ഇതൊക്കെ പാർട്ടിയിലെ തലമൂത്തമാരെ പ്ലേയാ സാറേ. എനിക്ക് ആ ഇട് ഇട്. അക്കം നീ ഔട്ടട്ടാ. ഇങ്ങോട്ട് താടാ ചെക്ക. ഇരുട്ടി കുത്തിരിക്കാണ്ട് മക്കള് വീട്ടിൽ പോകും. അവനെ വീട്ടിൽ പിടിച്ചാൽ മതിയായിരുന്നു. പോയാ ആ പടമൊന്നും മനസ്സിൽ പതിപ്പിക്കാനും പറ്റിയില്ല. രാജ്യത്തായിരിക്കണോ? താൻ അടിക്കുമല്ലോ അല്ലേ? കഴിക്കും സാറേ. ഓ സാറേ, നമ്മളെ ഓനച്ചം വന്നിട്ടുണ്ട്. വിളിക്കട്ടാ? എവിടെ വിളിക്ക്? ഓനച്ചോ, വാ. ഓടിച്ചോ.
അയ്യോ സാറേ, എന്റെ അടുത്ത് ക്ഷമിക്കണം സാർ. എന്തോലെ ചെയ്തത്? അന്ന് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാ സാറ്. ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കൂല. ഞാൻ ഇരിക്കാം. എന്റെ അടുത്ത് ക്ഷമിച്ചെന്ന് പറ, അല്ലെങ്കിൽ ഇത് മൊത്തവും കുടിച്ച് കുപ്പിയും തിന്നു. ഓലച്ചാ, ഞാനിവിടെ ഒരു പാലം പണിയാൻ വന്നതാണ്. അതുകൊണ്ട് എനിക്കിവിടെ നിങ്ങളെ പോലുള്ള പൊളിറ്റീഷ്യൻസിന്റെ സഹായം വേണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിപ്പിച്ചത്. ഹലോ, ഒരു മിനിറ്റ്. എടോ ലാലിച്ച, താൻ കേട്ടോ എന്ത്? എന്നെ പൊളിറ്റീഷ്യൻ എന്ന് വിളിച്ചത്? ചെറുപ്പം മുതൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹ ഈ വിളിയൊന്ന് കേൾക്കാൻ. കൊള്ളാം. ദാ, ഇത് നോക്കി കൊതിവിട്ടിരുന്നോ? കരകൗശലം ഉറങ്ങിയില്ലേ? നോക്കിയിരിക്കത്തേ ഉള്ളൂ. സാറ് വരാൻ താമസിക്കും. നോക്കിയിരുന്നോ? 90 പോയി. ചിന്നപ്പാ, അതെ, സാറ് വരാൻ ലേറ്റാവും. നമുക്ക് 2 എണ്ണം അടിച്ചിട്ട് വെള്ളം ചേർത്തങ്ങ് വെച്ചാലോ? അല്ലെങ്കിലും വെള്ളം ചേർക്കാൻ താൻ പണ്ടേ മിടുക്കനാണല്ലേ? അതെ, ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അഴിമതി വീരൻ. ഒനച്ച 4 പിള്ളേരും ടെൻഷനും. താനിതെപ്പോഴും പറയുന്നുണ്ടല്ലോ. ഇനി ഇത് പുറത്തു പറഞ്ഞാൽ ഈ 4-1 തൻ്റെ അല്ലെന്ന് ഞാൻ പൊതുജനങ്ങളടുത്ത് നിസ്സംശയം പറയും. താൻ പോയി പറ. സാറ് വന്നു. വെള്ളം ഒഴിച്ചു. വെള്ളം തൊണ്ടക്കുഴി കീറി. വനിത ക്രിസ്മസിലേക്ക് പപ്പ വായിച്ചില്ലേ? പിന്നെ 4 ആൾക്ക് ഓരോ കട്ടൻ എടുക്കട്ടെ. കുറച്ചുകൂടെ കട്ടൻ എടുത്താലോ? എടുത്തോളൂ. ഇതും കൂടെ കൂട്ടി, ഇത് 5ാമത്തെ കടന. അയാളുടെ ചിരിയൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. എന്താ സാറേ? ഒന്നുമില്ല. ഇത് അഴുക്കുചാലല്ലേ? ഇവിടെ എന്തിനാ സാറേ അഴുക്കുചാല്? പിന്നെ എന്തിനാ ചാല്? സാറേ, ഇത് പഞ്ചായത്ത് ഉണ്ടാക്കിയ സാറേ. ഇവിടെയൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറും. അങ്ങനെ മഴ പെയ്ത് വെള്ളം കയറുമ്പോ ഇതിങ്ങനെ തടഞ്ഞു നിർത്തിയ ടെൻഷൻ അടിക്കണ്ട സാറേ, ഇത് നമ്മുടെ സ്ഥലമല്ലേ, ഈശ്വര കാര്യം ചെയ്യുന്നുള്ളൂ. എന്താ ഇവിടെ പ്രശ്നം? എന്താ ഇവിടെ കാര്യം? എന്താ ബാബാ? ഒന്നുമില്ലടാ, സാറ് ഓടാൻ വന്നതാ. പോടേക്കെ മിണ്ടരുത്, കൊല്ലും ഞാൻ. അവന്റെ മസിൽ കണ്ട. നിന്റെ പ്രായമാണോടാ എനിക്ക്? ഈശോയെ, അവനെന്നെ ഓടെ പിടിച്ച് നോക്കിയേനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു കിളവൻ, കുറച്ച് ഞരമ്പാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ, എന്ത് വേണം? എനിക്കൊരു മോളുണ്ട്. ഇപ്പൊ 12 വയസ്സായി. നിങ്ങൾക്ക് 12 വയസ്സുള്ള മോളോ? എൻ്റെ കൊച്ചുമോളാണ് ആമിന. അവൾ കുഞ്ഞായിരിക്കുമ്പോൾ ബാപ്പയും ഉമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അവളെ എഞ്ചിനീയർ ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്കൂൾ പഠിത്തം കഴിഞ്ഞാൽ എവിടെ ചേർക്കണം? ഇത് ചോദിക്കാനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു കാണിച്ചത്. ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമല്ലേ ചിരിക്കാനുള്ള കഴിവുള്ളൂ. അതുകൊണ്ട് ചിരിച്ചതാ. ആമിന പഠിക്കോ നന്നായിട്ട്? ക്ലാസ്സിൽ ഫസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് ചേർക്കൂ. ഇത്രയേ ഉള്ളൂ? അതെ, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ എനിക്കും അറിയാം. ഗേറ്റ് അടക്കാൻ നേരായി.
തന്റെ കട്ടന് വേണ്ട ഒരു കോപ്പും വേണ്ട. കയറിപ്പോടോ. അവർക്ക് വേണോ എന്തോ. ഇത്ര ചെറിയ മാറ്റർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഡീൽ ചെയ്താൽ പോരെ? ഏയ് അത് ശരിയാവില്ലടോ. ഒന്നുമില്ലല്ലോ, അവൻ്റെ പ്രായമെങ്കിലും ഓർക്കണ്ട ഞാൻ. അവനൊന്ന് കരയിക്കണം, കാല് പിടിപ്പിക്കണം. പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. താൻ വിളിക്കടോ. എവിടെ? എടാ. ആ, കൃഷ്ണൻ സാർ. ഹലോ സാറേ. ആ ലാലിച്ച എവിടെയുണ്ട്? ആ ഞാൻ വീട്ടില് സാറേ. ആ അവിടെ എന്താ? എൻ്റെ വീട്ടിലാ. ആ ഓക്കെ ലാലിച്ച, സോറി. എന്താ സാറേ വിളിച്ചത്? അതെ ലാലി, നമ്മുടെ ആ ഗപ്പി വളർത്തുന്ന പയ്യനില്ലേ? ആ സാറേ ഒരു മിനിറ്റ് സാറേ. ഡേയ് എടുത്തോണ്ട് പോ. സാറേ അവനൊരു മാസം എന്ത് വരുമാനം വരും? അത് സാറേ അത് എൻ്റെ കണക്കിന് ഒരു 12,000 രൂപയാണ് സാറേ. എന്ത് സാറേ? ഓഫീസിൽ നിന്ന് അവന് ജോഡിക്ക് എത്ര രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? 3 രൂപ സാറേ. അതിൽ 1 രൂപ ഞാനങ്ങ് എടുക്കാം. എൻ്റെ ദൈവമേ, 4 പിള്ളേരല്ലേ സാറേ. ആ തൻ്റെ വീതം കിട്ടാതൊന്നും പുറത്ത് പോയാലെന്ന് എനിക്കറിയാം. അങ്ങനെ. ആ അത് ലാലിച്ച, താൻ ആ പയ്യനോട് പറയും ജോഡിക്ക് 50 പൈസ വെച്ച് ഇനി ഓഫീസിൽ നിന്ന് തരാൻ പറ്റത്തുള്ളൂ. എന്ത് സാറേ? അയ്യോ വളരെ കുറഞ്ഞു പോകില്ലേ സാറേ 50 പൈസ? അതൊന്നും കുഴപ്പമില്ല, താനങ്ങ് പറഞ്ഞാൽ മതി. ഡേയ്, സാധാരണ കൃഷ്ണൻ സാർ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടാത്തതാണ്. അതിന് താൻ കൃഷ്ണൻ സാറിനെ നേരിട്ട് കണ്ടോ? അതെങ്ങനെ? നേരെ വെളുത്തപ്പോഴേ ഞാൻ ഇനി വന്നില്ലേ? എങ്കിൽ അയാളോടൊന്ന് പറഞ്ഞേക്ക് ഈ വിലക്ക് തരാൻ പറ്റില്ലെന്ന്. ആ വിലയ്ക്ക് തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ഗപ്പി കൃഷി നിർത്തിക്കോളാൻ പറ. നമുക്കിനി അവനായിട്ട് കച്ചവടം വേണ്ട അല്ലേ കൃഷ്ണ? അതെ, എന്നാലും ഇതിന്റെ പിന്നിൽ ഇയാളായിരുന്നു. അയ്യോ സാറേ, അത് നിർത്തിയ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഈ ഗപ്പിയെ വേണമെന്ന് പറഞ്ഞ്. അവരോടൊക്കെ നമ്മൾ എന്തു പറയും? അല്ല, ഒരു TV ചാനൽ വരെ ഗപ്പി കൃഷിയെ പറ്റി ഒരു ഫീച്ചർ വന്നതാ. കൊടുക്കാന്ന് പറ. ഇത്രയും ചെറിയൊരു മീനല്ലേ? എങ്ങനെയാ സാറേ? ഒരു പാലം പണിയാൻ വന്ന എനിക്ക് 10 അടി നീളമുള്ള കുളം ഉണ്ടാക്കാൻ അധികം സമയം വേണ്ടോ? കടല് പോലൊരു കുളം ഉണ്ടാക്കി അത് നേരെ ഗപ്പിയിട്ട് തരും ഞാൻ. ഫുൾ ചെലവ് എൻ്റെ വക. ഇതാടാ. സാറേ ടയറ് ഈ സൈഡും ഇല്ല സാറേ. മനസ്സിലായില്ലേ എനിക്ക്? ഇതൊരു ചെറിയ മാറ്ററല്ലാന്ന്. ആരെങ്കിലും കണ്ടോളൂ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
വാടാ നമുക്ക് ആശുപത്രി പോയിട്ട് വരാം. എന്താടാ എന്ത് പറ്റി? പാപ്പാ ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു വരുന്ന വഴിയാ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഒരു ഓർമ്മിച്ച് കൂടി തന്നാ ഓക്കെ. എന്തായാലും ഇത് അന്വേഷിച്ചാൽ പറ്റും. നമുക്ക് സംയുക്തമായിട്ട് അന്വേഷിക്കാം. ഇതിനൊരു തീരുമാനം നമുക്ക് എടുക്കാം. ആരാന്ന് ഞാൻ അങ്ങനെ അറിയുന്നു. ഞാനിന്ന് രാവിലെ കാണാം. കഷ്ടമായി പോയി. സ്കെച്ച് തയ്യാറായ സ്ഥിതിക്ക് നിങ്ങൾ പൊക്കോളൂ. ഇനി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. ഓക്കെ സർ. ശരി. എന്നാലും വല്ലാത്ത അവസ്ഥയായി പോയി. എനിക്കിവിടെ വേറെ ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സാറയുടെ പാമ്പുകളൊക്കെ ഉള്ളത്. ഇങ്ങേർക്കിത് എന്തിൻ്റെ കേടാ ഈ പാതിരാത്രിയിലും? ഹലോ സാർ. ഹലോ, കൃഷ്ണൻ സാർ ഉറക്കമായിരുന്നോ? ഏയ് ഒരിക്കലുമല്ല സാർ. ആരാ ഈ പാതിരാത്രി വിളിക്കുന്നേ? ആരാത്? നാട്ടിൽ നിന്ന് വൈഫ് വന്നിട്ടുണ്ടായിരുന്നു സാർ. അയ്യോ സോറി കൃഷ്ണൻ, എന്നാ നാളെ കാണാം. കുഴപ്പമില്ല കുഴപ്പമില്ല, പറഞ്ഞോളൂ സാർ. ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അതെ കൃഷ്ണ, ഈ റോഡിൽ മുഴുവൻ ഓട നിർമ്മിച്ചത് ഒരു ശരിയായ നടപടിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്കതിൽ തെറ്റൊന്നും തോന്നുന്നില്ല സാർ. പിന്നെ ഒരു നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ സ്കൂളും പരിസരവും എല്ലാം കൊള്ളാവും സാർ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ഒരു മാന്യനായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടിടത്തോളം അയാൾ ഒരു നല്ല മനുഷ്യനാണ്. തനിക്ക് ഇപ്പോഴാ പയ്യനോടൊരു സോഫ്റ്റ് കോൺട്രാക്ട് ഉണ്ടല്ലേ? ഏത് പയ്യൻ? ഗപ്പി. ഇല്ല സാർ, ഒരിക്കലുമില്ല സാർ. എനിക്ക് അവനോട് ദേഷ്യമാണ് സാർ, സത്യമായിട്ട് ദേഷ്യമാണ് സാർ. അന്ന് ആ പിള്ളേരെല്ലാം കൂടെ സാറിനെ റോഡിലിട്ട് എനിക്കത് ചിന്തിക്കാനേ വയ്യ സാർ. ആണോ? സത്യമായിട്ട്. എന്നാ നാളെ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. ഗുഡ് നൈറ്റ് സാർ. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്, ബൈ. ഒരു സർപ്രൈസ് ഉറങ്ങിയാവട്ടാ. നിങ്ങൾ എന്തിനാ ഞാൻ ഭാര്യയാണെന്ന് പറയാൻ പോയ? കൂടെ കിടക്കുന്നത് എന്റെ കുഞ്ഞമ്മയാന്ന് പറയാ. നീ എന്തിനാ എങ്ങനെ ചിരിക്കുന്നേ? ഞാനിങ്ങനെ ചിരിച്ചില്ല, നിങ്ങളുടെ ഫോണിൽ നിന്നായിരിക്കും. ഹലോ സാർ, സോറി സാർ, സോറി. ഹലോ. ഇന്നലെ ഞാൻ ചായ സുഖമല്ലേ ലാലിച്ചൻ പോയിക്കോ. എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ? പാലം പണി കഴിഞ്ഞിട്ട് നമ്മളാ സാറേ സർപ്രൈസ് അല്ലേ? ഞാനും ഉണ്ട്. എന്നിട്ട് ഞാനാണോ താനാണോ വില്ലേജ് ഓഫീസർ? സാറ് തന്നെ. അപ്പൊ സർപ്രൈസ് ഞാൻ കേട്ടോളാം. ലാലിച്ചൻ ചെല്ല്. സർപ്രൈസ് കേൾക്കാൻ വന്നേക്കണം. അയാളോട് വിളിച്ചിട്ടുണ്ട്. ഹലോ ലാലിച്ച.
ഞാൻ പോരാ മരുന്ന് അവിടെ വെച്ചണ്ടേ. കറങ്ങി നടന്നോടാ. മുഖവാകെ കരുവാളിച്ച ചില ചന്തപ്പിള്ളേരെ പോലായി. പാലം പണി കഴിഞ്ഞിട്ടേ റോഡിന് ചില അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? അതെ. അതിന്റെ ഭാഗമായിട്ട് ആ സ്കൂളിന്റെ പിറകെ കൂടെയുള്ള വഴിക്ക് ഒന്ന് വീതി കൂട്ടണം. മാത്രമല്ല പാലം പണിക്കുള്ള മെറ്റീരിയൽസ് ഒക്കെ വരുന്ന ആ വഴിക്കാണ്. അപ്പോൾ ആ റോഡിന് നല്ല ഉറപ്പ് വേണം. വേണ്ടേ? വേണ്ടേ? വേണം. വേണം. അതിന് ആ പാപ്പന്റെ കടയും പയ്യന്റെ കുളവും ഞാൻ പൊളിച്ചു മാറ്റാൻ പോവാ. എപ്പോ? ഇപ്പോ